ഹല്ലേലൂയ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. തുടർന്ന് ക്രൂശിലെ സപ്ത മൊഴികളെക്കുറിച്ചാണ് അല്പമായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി അക്കാര്യങ്ങൾ ചിന്തിപ്പാനുള്ള സമയം ഇല്ലല്ലോ. ഒന്നാമത്തെ മൊഴി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞതായ അക്കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 23:34 നമുക്ക് കാണാം. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പറഞ്ഞ മൊഴിയാണ്. അഥവാ ക്രൂശിലെ ആ സപ്ത മൊഴികൾ മഴവില്ലിലെ സപ്തവർണ്ണങ്ങൾ പോലെ മനോഹരവും സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ ആകർഷകവും അതിലുപരി നിത്യജീവന്റെ ആ മൊഴികളുമായിട്ടാണ് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അരുമനാഥൻ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇവിടെ കഴിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആർക്കു വേണ്ടിയാണ്? ശത്രുക്കൾക്ക് വേണ്ടി. പടയാളികൾ യേശുവിനെ കുത്തി, പക്ഷേ ആ ചങ്കിൽ നിന്നും കുത്തിയവരെ കഴുകുവാനുള്ള വിലയേറിയ രക്തവും വെള്ളവുമാണ് പുറപ്പെട്ടത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതായ ആ പ്രാർത്ഥനയാണ് ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത് കർത്താവ് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 23 തന്നെ 42-43 വാക്യങ്ങളിലും അത് നമുക്ക് കാണാം. ഇതാരോട് പറഞ്ഞതാണ്? ക്രൂശിൽ കിടന്ന ആ കള്ളന്മാരിൽ ഒരുവനോട് കർത്താവ് പറഞ്ഞതായ കാര്യമാണ്. അവിടെ നാം നോക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, പാപിയായ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ താന് അറിഞ്ഞിട്ടും അഥവാ സത്യം അറിഞ്ഞിട്ടും ധിക്കാരപരമായി ദുഷിക്കുന്ന ഒരുവനെ, ആ കള്ളന്മാരിൽ ഒരുവനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, ക്രൂശിന്റെ നടുവിൽ രക്ഷകനായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമത്, അതിൽ രക്ഷിക്കപ്പെട്ട മറ്റൊരുവനെ അഥവാ ഒരു കള്ളനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്ഥാനം എപ്പോഴും നടുവിലാണ്. ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ടും അതുതന്നെയാണ് കർത്താവ് ചെയ്തതും. തന്റെ അവസാന നിമിഷത്തിലും അനുദപിച്ച ഒരു പാപിയായ മനുഷ്യനെ നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്നുള്ളതാകുന്ന രക്ഷയുടെ ആ ധ്വനി പകർന്നുകൊണ്ട് രക്ഷിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ മൊഴിയാണല്ലോ, അഥവാ സ്ത്രീയെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നതായ ആ പ്രസ്താവന യോഹന്നാന്റെ സുവിശേഷം 19-25-27 വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊരു പ്രവചനം കൂടിയായി. കർത്താവോടെ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ച ആ വിളി, അഥവാ സ്ത്രീയുടെ സന്തതി എന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പ്രവചനം ഇവിടെ നിറവേറുകയും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഥവാ രക്ഷകന്റെ അമ്മയാണെങ്കിലും വീഴ്ചയിലായ മാനവകുലത്തിലെ ഒരംഗമെന്ന സ്ഥിതിക്ക് മറിയയ്ക്കും രക്ഷ ആവശ്യമാണ്. അവളും ഇവിടെ ക്രൂശിൽ നോക്കി രക്ഷ പ്രാപിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മകനും അമ്മയും എന്ന മാനുഷിക ബന്ധത്തിന്റെ സ്ഥാനത്ത് രക്ഷിതാവും രക്ഷിക്കപ്പെട്ടവളും എന്ന ആത്മീക ബന്ധം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അഥവാ മരണവേളയിൽ അരുമനാഥനിൽ നിന്ന് നേരിട്ടൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സ്നേഹിച്ച ഈ ശിഷ്യന് അഥവാ യോഹന്നാന് മാത്രമേ ഭാഗ്യം കിട്ടിയുള്ളൂ. അങ്ങനെ ആ മരണ നിമിഷത്തിലും തന്റെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കുന്ന ക്രിസ്തുവിനെയാണ്
നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വീണ്ടും അടുത്ത 4-ാമത്തെ വാക്യമാണ് ഏലി ഏലി ലെമ്മ ശബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 27-ന്റെ 45-46 വാക്യങ്ങളിൽ, അഥവാ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്, അഥവാ ഒന്നുകൂടി പറഞ്ഞാൽ 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം കർത്താവ് അവിടെ ഉദ്ധരിക്കുകയാണ്. ഈ സങ്കീർത്തനം മുഴുവൻ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ധ്യാനിക്കുന്നതായിട്ടും നമുക്ക് അത് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും 5-ാമതായിട്ട് കർത്താവ് പറഞ്ഞ മൊഴിയാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതായ കാര്യം. അത് യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 28 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഥവാ ദൈവത്തോട് അടുക്കുവാനുള്ളതായ ഒരു ദാഹം, അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അഥവാ രക്ഷകനെ വിട്ടുപോകുന്നവരെ കുറിച്ചുള്ളതായ, പാപിയെ കുറിച്ചുള്ളതായ ദാഹം. അതിനുവേണ്ടിയാണല്ലോ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. താൻ ക്രൂശിൽ കിടക്കുമ്പോഴും ഇനിയും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടുന്ന പാപികളെ കുറിച്ച് കൂടിയുള്ളതായ ഒരു വലിയ ദാഹമായിരുന്നു. അല്ലാതെ തന്റെ വ്യക്തിപരമായ ഒരു ദാഹമല്ല. അവിടെ ഒരു ചൊറുക്കായൊക്കെ കുടിപ്പാൻ കൊടുത്തു, അതൊരു പക്ഷേ ബോധം വരെ കെടുത്തി കളയേണ്ടതിന് വേണ്ടിയായിരുന്നു. എന്നാൽ യേശു കർത്താവ് അത് കുടിക്കാതെ ആ വേദന മുഴുവനും സഹിച്ചുകൊണ്ട് താൻ പറഞ്ഞ വാക്കുകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്തത് 6-ാമത്തെ കാര്യമാണ് ആ സകലതും നിവർത്തിയായി എന്ന് യോഹന്നാൻ 19-ന്റെ 30 പറയുന്നത്. ഇതേ കാര്യം 4 സുവിശേഷകരും ആ കാര്യം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അഥവാ എല്ലാ യാഗങ്ങളുടെയും പൂർത്തീകരണമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി യാതൊരു വിധമായ യാഗങ്ങളുടെയും ആവശ്യമില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞ എല്ലാ പ്രവചനങ്ങളുടെയും നിവർത്തീകരണം ക്രൂശിൽ നിവർത്തിച്ചു എന്നതാണ് താൻ അവിടെ പ്രസ്താവിച്ചത്. 7-ാമത്തെ കാര്യമാണ് ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 46 നമുക്കത് കാണാം. അഥവാ 7-ാം മൊഴിയിൽ പിതാവുമായുള്ള നിത്യസ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചായിരുന്നു താൻ പറഞ്ഞത്. എത്രയോ പ്രത്യാശയുടെ വാക്കുകളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലരും മരണത്തിൽ നിരാശയുടെയും മറ്റ് ശാപത്തിന്റെയും വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംതൃപ്തിയോടെയുള്ളതായ ആ ഏൽപ്പിക്കൽ. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ യാഗം നിമിത്തമായിട്ട് നമുക്കും ആ സംതൃപ്തി, മരണാനന്തരമുള്ള നിത്യജീവൻ അവിടുന്ന് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് നാമും മറന്നുപോകരുത്. അതുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അരിമനാഥനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ആ നിത്യത പ്രാപിച്ചെടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ.
സൃഷ്ടികളെ